സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി നെയ്ച്ചോറാട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. രുചിയുടെ കാര്യത്തിൽ നമ്പർ 1 എന്ന് പറയാം. അതുപോലെ തന്നെ കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. സ്പെഷ്യൽ നെയ്ച്ചോറാണ്, കുക്കർ റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസാണ് കേട്ടോ ഈ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവ് റൈസിന് 1.5 കപ്പ് അളവിൽ വെള്ളമാണ് കുക്കർ റെസിപ്പിയിലേക്ക് വേണ്ടി വരിക. ചെറിയ റൈസായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, കൈമ റൈസ് ആയിരിക്കും കൂടുതലും നല്ലത് നെയ്ച്ചോറിന്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം, ബസ്മതി റൈസ് ലോങ് റൈസ് എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് വേണ്ടി വരുന്ന സ്പൈസസ് ആണ്, 1.5 കിലോ അരിക്ക് വേണ്ട സ്പൈസസ് ആണ്. സിനമൺ ഒരു 4-5 പീസ്, പെരിഞ്ജീരകം 1.5 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ സാജീരകം എന്ന് പറയുന്ന ബിരിയാണി ജീരകം ഞാനിത് ചേർക്കാറുണ്ട്. പിന്നെ 4-5 ഏലക്ക, നല്ല സ്പൈസി ഏലക്കയാണെങ്കിൽ 2 എണ്ണം മതിയാവും, ഒന്ന് ചതച്ചെടുക്കാം. 8-10 കറിയാമ്പൂവും, പിന്നെ ഇതാ സ്റ്റാർ എന്ന് പറയുന്ന അതൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ, അത് നടുക്കിരിക്കണം, അതുകൂടി ഞാൻ ചേർക്കാറുണ്ട്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് 6 കപ്പ് അരിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് കൂടാതെ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 4-5 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആദ്യം തന്നെ കാഷ്നട്ട് വറുത്തെടുക്കാം. ഈ ഒരു കളറാകുമ്പോഴേക്കും വറുത്ത് മാറ്റാം. അത് മാറ്റിയ ശേഷം അതിലേക്ക് ഉണക്കമുന്തിരി അതുകൂടി ചേർത്തിട്ട് ഇതുപോലെ ബോൾ പോലെ ആയി വരുമ്പോഴേക്കും എടുത്ത് മറൂൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്കത് വറുത്ത് കോരി അതും കൂടി മാറ്റി വയ്ക്കാം. ഈ കുക്കറിൽ തന്നെയാണ് നമ്മളിപ്പോൾ റൈസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വേറൊരു പാത്രമൊന്നും അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം, എക്സെപ്റ്റ് ഓണിയൻ കേട്ടോ. ഇനി ഈ സ്പൈസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് തീ നല്ല ലോയിലേക്ക് വയ്ക്കണം. ഈ സ്പൈസസ് ഇടുമ്പോൾ ഒന്നും കരിഞ്ഞു പോകരുത്, എന്നാലാണ് നമുക്ക് ആ ചോറിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പം പറ്റുമെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം നല്ല ചൂടായ നെയ്യിലേക്ക്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറകെ ഈ ഒരു 1/2 സവാള എടുത്ത് നൈസായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, ഏകദേശം നന്നായിട്ട് ചതച്ചെടുത്തത് കേട്ടോ കല്ലിൽ തന്നെ, അതുകൂടി ചേർത്തിട്ട് ഒന്ന് സ്ലോയിലൊന്ന് വഴറ്റിയെടുക്കുക. ഫ്ലെയിം വയ്ക്കാം. അതിലേക്ക് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് ഒരല്പം മല്ലിയിലയും പുതിനയിലയും കൂടി. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വഴറ്റിയത് ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും ഇതിൻ്റെ അളവനുസരിച്ചിട്ടുള്ള വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവെന്നുള്ള കണക്കാക്കിയിട്ട് എത്ര കപ്പ് അരി എടുത്തോ അത്രയ്ക്കും 1:1 എന്നുള്ള അളവിലിടുക. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അരി ആ സമയത്ത് അവിടെ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് അരിയൊക്കെ കഴുകിയെടുക്കാം. കുതിർത്തിയൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഊറ്റിയെടുത്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച വെള്ളത്തിലേക്ക് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് ഉപ്പ് നോക്കുക. ഈ വെള്ളത്തിൽ ഉപ്പ് എത്രമാത്രം ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടായിരിക്കും ചോറിലുണ്ടാവുക. അപ്പം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ വെള്ളം ഒന്നെടുത്ത് നോക്കേണ്ടതുണ്ട് ഈ സമയത്ത്. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ഈ കുക്കറിൻ്റെ മൂടി നന്നായിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ കുക്കറിന് ആ വിസിലിൻ്റെ അവിടെ കൂടി ഒരു സ്റ്റീം നന്നായി വരുമ്പോൾ മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക. വെയിറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് തീ വയ്ക്കണം. ഇതുപോലെ 1 വിസിൽ മാത്രം അടുപ്പിക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കുക. വലിയ ബർണറിൽ മീഡിയം ഫ്ലെയിം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ സവാള വറുത്തിട്ടില്ല, അത് ഞാൻ വേറെ സെപ്പറേറ്റേ വറുക്കുള്ളൂ കേട്ടോ. അപ്പം എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ സവാളയുടെ ഇത് നെയ്യ് ആവശ്യമില്ല ആക്ച്വലി സവാള വറുത്തെടുക്കുന്നതിന്. ഞാൻ ഈ സൺഫ്ലവർ ഓയിലാണ് ഈ സവാള വറുത്തെടുക്കുന്നത്. മറ്റേതിനകത്ത് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാണ്. അതായത് ഇതേപോലെ ഒരു കളറിലാവുമ്പോഴേക്കും സവാളയെല്ലാം വറുത്ത് കോരി മാറ്റുക. 1 സവാള മതിയാവും മാക്സിമം. ഇത്ര ആയിരിക്കും കേട്ടോ. ഒരു 1.5 കിലോ അരിക്കൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം സൈസ് സവാള മാത്രം മതിയാവും. അപ്പോൾ അത് ഇതുപോലെ വറുത്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ എല്ലാ സ്റ്റീമും പോയി കഴിഞ്ഞു. ഫുൾ സ്റ്റീം തനിയെ പോയി കഴിഞ്ഞ ശേഷം കുക്കർ തുറക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇളക്കാൻ. വലിയ സ്പൂണൊന്നും ഇട്ട് ഇളക്കി ഉടച്ച് കളയരുത്. ചോറ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടില്ല, വിട്ടൊക്കെ കിടപ്പുണ്ട്, എന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് സെർവ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ വിളമ്പി കൊടുക്കുക. നോക്കിക്കേ,
ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വറുത്ത് വെച്ച സവാള ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റൈസിൻസും കാഷ്നട്ട്സും അതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വിതറി അങ്ങ് കൊടുക്കുക. കണ്ടു നോക്കിക്കേ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ടേസ്റ്റും അതുപോലെ കേട്ടോ, അതിലപ്പുറമാണ് ഇതിൻ്റെ സ്മെല്ല്. എല്ലാം 3 കാര്യങ്ങളും ഒരുപോലെ നിൽക്കുന്ന ഒരു നെയ്ച്ചോറാട്ടോ ഇത്. കാണാനും കഴിക്കാനും പിന്നെ ഇതിൻ്റെ ഒരു സുഗന്ധം, ഇതെല്ലാം ഒരുപോലെ നിൽക്കുന്ന ഒരു റെസിപ്പി എന്ന് പറയുമ്പം അതൊരു സൂപ്പർ റെസിപ്പി തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയുള്ളത്. കുക്കറിൽ നമ്മൾ പായസം വെച്ചാലും ഇതേപോലെ ചോറുണ്ടാക്കിയാലും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും, അതുറപ്പാണ്. പിന്നെ ഈ എടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ 1.5 കിലോ അരിയുടെ സ്പൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അത് അതേ അളവിൽ തന്നെ ചേർത്താലാണ് ഏറ്റവും ടേസ്റ്റായിട്ടും നമുക്ക് കിട്ടുക. അപ്പം ഈ റെസിപ്പി ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ഈ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യുകയാണ്. റംസാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് തന്നെയാണ് ഞാൻ ഇടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റംസാൻ ആശംസകൾ നേരുന്നു. ഇനി അടുത്തൊരു തകർപ്പൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.